ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറിയവരെ ഒഴിപ്പിക്കുന്നു. ക്ഷേത്രവും പള്ളിയും ഉൾപ്പെടെ പൊളിച്ചുമാറ്റി. കനത്ത പോലീസ് സംരക്ഷണത്തിലായിരുന്നു നടപടി. 29 വീടുകൾ ഉൾപ്പെടെ 88 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് ഇടുക്കി കളക്ടർ ദിനേശൻ ചെറുവാട്ട് വ്യക്തമാക്കി. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. ഒരു നിവൃത്തിയുമില്ലാത്തവരല്ല പുഴ കയ്യേറി കെട്ടിടം നിർമ്മിച്ചത്. പുനരധിവാസം ആവശ്യമുള്ള 12 പേർക്ക് സർക്കാർ സഹായം ഒരുക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. 56 പേരുടേതായിട്ടുള്ള 88 കെട്ടിടങ്ങൾ മുഴുവൻ കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റും. അതില് പുനരധിവാസം ആവശ്യമുള്ളത് ഇനീഷ്യലി നമ്മൾ പഞ്ചായത്ത് ഐഡന്റിഫൈ ചെയ്ത ഒരു 12ഓളം പേരെടുത്ത് മാത്രമാണ്. അപ്പൊ അതൊന്നുകൂടെ പരിശോധിച്ചിട്ട് പുനരധിവാസം ആവശ്യമുള്ളവർക്ക് അതിനുള്ള നടപടികൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ദൗത്യം ഇന്ന് പൂർത്തിയാക്കാൻ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ പൂർത്തിയാക്കും. ഇനി ഇതിന്റെ ഡെബ്രി എല്ലാം റിമൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത്തരം അനധികൃത, പ്രത്യേകിച്ച് പുഴപ്പുറമ്പോക്കിലും തോടുപുറമ്പോക്കിലുള്ള അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ നടപടികൾ നമ്മൾ എന്തായാലും ശക്തമായിട്ട്. ജോയ്മോൻ വിവരങ്ങളുമായി ചേരുന്നു. ജോയ്മോൻ, എന്തായാലും ഈ പുഴ കയ്യേറിയവരെയാണ് ഒഴിപ്പിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും എതിർസ്വരങ്ങളും ഒക്കെ ഇക്കാര്യത്തിൽ ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടോ? എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? പ്രദേശത്തെ സംഘർഷാവസ്ഥ അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ നേരിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ആളുകളൊക്കെ പതിയെ ഈ വീട്ടിലെ സാധനങ്ങളുമായി ഒഴിഞ്ഞു പോകുന്ന നടപടികളാണ് ഇപ്പോൾ നിലവിൽ അവിടെ നടക്കുന്നത്. ഒരു വശത്ത് റവന്യൂ വകുപ്പിന്റെ പൊളിക്കൽ നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഈ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ പലതവണ നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞു പോകാത്ത 29 കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ടായിരുന്നത്. ആ കുടുംബങ്ങളിലെയാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത്. അവരുടെ 29 വീടുകൾക്കൊപ്പം മൊത്തം 88 കെട്ടിടങ്ങളാണ് ഇന്ന് ഈ റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കുന്നത്. ഏകദേശം രാവിലെ 5 മണിയോടുകൂടി തന്നെ ഇവർ ഈ സ്ഥലത്തെത്തി ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ ഒഴിപ്പിക്കൽ നടപടികൾ ആദ്യഘട്ടങ്ങളിൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ പുഴ കയ്യേറി, പന്നിയാർ പുഴ കയ്യേറി കയ്യേറ്റം നടത്തി കെട്ടിപ്പടുത്ത വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പൊളിച്ചു നീക്കിയത്. അതിനെതിരെ ഈ ചില വ്യാപാരികളുടെ സ്വമേധയായും ഒരു ഭാഗത്തു നിന്ന് അവരുടെ സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കിയത്. അതിനുശേഷം വീടുകളിലേക്ക് എത്തിയപ്പോൾ വലിയ പ്രതിഷേധവും ജനരോഷവും ഒക്കെ അവിടെ ഉയർന്നിരുന്നു. അതായത് നമുക്കറിയാം, ഈ പൊളിച്ചു നീക്കിയത്, അതായത് ഈ പുഴയോരത്ത് 88 കെട്ടിടങ്ങളിൽ ഒരു പള്ളിയും അതുപോലെ തന്നെ ഒരു ക്ഷേത്രവും ഉൾപ്പെടുന്നു. ഈ രണ്ടും ഇപ്പോൾ അല്പം മുമ്പാണ് റവന്യൂ ഉദ്യോഗസ്ഥർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. നിലവിൽ ആ വിശ്വാസികൾ, അതായത് ഈ പള്ളിയിലും അമ്പലത്തിലും പോകുന്ന വിശ്വാസികൾ, സ്ത്രീകളും കുട്ടികളും ഇടുന്ന വിശ്വാസികളൊക്കെ നേരിയ തോതിൽ പ്രതിഷേധിക്കുകയും വലിയ ചെറിയ സംഘർഷ സാധ്യതയൊക്കെ പ്രദേശത്തുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും യാതൊരുവിധ അരിഷ്ട സംഭവങ്ങളും ഇല്ലാതെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒഴിപ്പിക്കൽ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ ജില്ലാ കളക്ടർ നേരത്തെ പറഞ്ഞു, ഇപ്പൊ 29 കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നത്. ഇവരിൽ 12 പേര് അർഹരായ 12 പേർക്ക് അല്ലെങ്കിൽ പുനരധിവാസം ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടായിരിക്കും ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടി നടക്കുന്നതാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഈ ഒഴിപ്പിക്കലിനെതിരെ ഉണ്ടായിരുന്നത്. അറിയാം, ഈ കഴിഞ്ഞ ദിവസമാണ് പൂപ്പാറ ടൗണിൽ ഈ കുടുംബങ്ങൾ നിരാഹാര സമരം ആരംഭിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഈ കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി അധികൃതർ മുന്നോട്ട് പോയത്. സ്വാതി.